വെൽക്കം ടു കൊടൈക്കനാൽ ഗൈസ്. രാവിലെ ഒരു 6:30 കാണും, 6:42. നല്ലോണം ഉറങ്ങി. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്ന് കിടന്ന് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. നല്ല റൂമാട്ടോ ഇവിടെ. ഒരു വലിയ ബെഡ്റൂമും ഒരു ലിവിങ് റൂമും, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ. 4000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് 2000 രൂപയാവും. 2 ദിവസത്തേക്കാണ്. കൂക്കാൽ, പൂണ്ടി അങ്ങനത്തെ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. സമയം എങ്ങനെയാണ് പെർമിറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇന്നായിരിക്കും ഫുള്ള് കറക്കം, നാളെ ചെക്കൗട്ട്, അങ്ങനെ 2 ദിവസം. ബൈക്കെല്ലാം അവിടെ പാർക്ക്ഡാണ്. ഇത് RR ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. നല്ല അത്യാവശ്യം നല്ല പുതിയ ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന പ്രോപ്പർട്ടി. ഇവിടുന്ന് വരുന്ന വഴി കുറച്ച് മോശമാണെങ്കിലും നമുക്ക് കിട്ടുന്ന വ്യൂ കണ്ടോ. കൊടൈക്കനാൽ ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. രാത്രി ഫുൾ ലൈറ്റ്സ് ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അമ്മാതിരി ക്ഷീണമായിരുന്നു. പോയി കിടന്ന് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫുൾ പ്രോപ്പർട്ടി. ഇവിടുന്ന് കയറുന്നു. RR ഹോളിഡേയ്സ് എന്നാണ് ഇതിൻ്റെ പേര്. കയറുന്നു. ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഇടമുണ്ട്. കാറൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ എൻട്രൻസാണ്. ഇതുവഴി കയറ്റി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ആൻഡ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ വ്യൂ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി മന്നവന്നൂർ സൈഡിലേക്ക് പോവുകയാണ്. റൂമിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ. മണി 10 എല്ലാമൊക്കെ പാക്ക് ചെയ്ത് ഫ്രഷായി വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റായി. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇങ്ങോട്ടുള്ള റൂട്ട് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി കണ്ട് നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ റൂം അടിപൊളിയാണ്. ആ റെൻറ്റിനുള്ളതും ഉണ്ട്. 2 ദിവസത്തേക്ക് 4000 എന്ന് പറയുമ്പോൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് നോട്ട് എക്സ്പെൻസീവ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. പുതിയ പുതിയ റിസോർട്ടും ഹോം സ്റ്റേനും ഒക്കെ. ഇവിടുന്ന് ടൗണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ ബാസി ബാക്കിലുണ്ട്. നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഓൾമോസ്റ്റ് 39 കിലോമീറ്റേഴ്സാണ് മന്നവന്നൂർ വരെ പോകാനുള്ളത്. അവിടെ ഒരു കഫേ ഉണ്ട്, മലയാളികൾ ആണെന്നാണ് റിവ്യൂവിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഹോട്ട് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ചൂടായിട്ട് കുടിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് പിന്നെ പൂണ്ടി, കൂക്കാൽ ആ സൈഡിലൊക്കെ പോകാനാണ് പ്ലാൻ. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആവുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. എനിവേ ദാറ്റ് ഈസ് ദ പ്ലാൻ ആസ് ഓഫ് നൗ. ഗുഡ് മോർണിംഗ് കൊടായ്. നമ്മൾ ഒഫീഷ്യലി പൂമ്പാറ റോഡിലേക്ക് തിരിഞ്ഞു കൊടൈക്കനാലിൽ നിന്ന്. ഇവിടെ റോഡ് നിറച്ച് കുണ്ടും കുഴിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റേ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ കൊടൈക്കനാലിൽ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരിക. നമ്മൾ ബുക്ക് ചെയ്തത് നല്ല പ്രോപ്പർട്ടിയാണ്, പക്ഷെ ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഈ 6 കിലോമീറ്ററും കുറച്ച് നാരോ റോഡ്സും നിറച്ച് കുണ്ടുകുഴിയും നല്ല ട്രാഫിക്കുമാണ്, പ്രത്യേകിച്ച് ഈ 10 മണി സമയത്ത്. ഒരു ലോറിയുടെ ബാക്കിൽ കിടന്നിട്ട് നമ്മൾ 2 പേരും ഉള്ള പുക മൊത്തം അടിച്ച് മണ്ടയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ട്രാഫിക്ക് കിടന്നുണ്ട്. കാരണം ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഒരു വിട്ടൊന്നും ഈ റോഡിനില്ല. ഈ റോഡല്ല, അവിടെ നിന്ന് വന്ന റോഡ്. വാവ്, നല്ല ഹെയർപിൻ. നമ്മൾ പൂമ്പാറ പാസ് ചെയ്തു. പൂമ്പാറ വില്ലേജ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അകത്തേക്ക് പോകണം. ഒരു ഹെയർ പിൻ ബെൻഡ് പോലെ ഉണ്ട് റൈറ്റിലേക്ക്. മെയിൻ വില്ലേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. അവിടുത്തെ വില്ലേജ് ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് മന്നവന്നൂരിലേക്ക് പോകുന്നത്. മന്നവന്നൂർ, പൂണ്ടി, പൂക്കാലിലേക്കുള്ള റോഡ് പോകുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ആ റോഡിൽ കൂടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ റോഡ് നല്ല വൈബാണ്. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരം പോയാൽ നമുക്കിവിടെ നല്ല കോട കിട്ടും. നല്ല കോട എന്ന് പറഞ്ഞാൽ നല്ല കോട. ഈ സ്ഥലമൊക്കെ നല്ല വൈബ്. ഇപ്പം തന്നെ കണ്ടോ ആ പച്ചപ്പും. ഓ എന്താ ഭംഗി ഈ റോഡിൻ്റെ. ആ നേച്ചർ 2 സൈഡിലും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഫീല്. അതിൻ്റെ കൂടെ കോടയും കൂടെ ആ മിക്സ്ചറിൽ ആഡാകുമ്പോൾ ഉണ്ടല്ലോ, കിട്ടുന്ന ആ ഫീല് അന്യായമാണ്. നിർഭാഗ്യവശാൽ നമുക്കിന്ന് കോടയില്ല. എന്നാൽ വലിയ വെയിലുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെയിലടിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ ക്ലൈമറ്റ്. വലിയ ചൂടൊന്നും ഇല്ലാണ്ട്. ഞാൻ ഒരു സ്വെറ്ററാണ് ഇട്ടേക്കുന്നത്, പഫർ ജാക്കറ്റ്.
ആണ് ഇട്ടേക്കുന്നത്. അത് എന്നിട്ട് പോലും നല്ല ചൂട് ഒന്നും അനുഭവിക്കുന്നില്ല, കാരണം തണുത്ത കാറ്റടിക്കുന്നുണ്ടേ, അതുകൊണ്ട് അത് ബാലൻസായി പോകുന്നുണ്ട്. ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നു ഒരു 20 ആ റേഞ്ചിലേ കാണുകയുള്ളൂ. ഇപ്പം തണുപ്പ് സീസൺ അല്ലല്ലോ, നമ്മളിപ്പോൾ പോകുന്ന ഫെബ്രുവരി 20-നാണ്. തണുപ്പ് സീസൺ തീരുന്നതിൻ്റെ ഒരു ടൈമാണെന്ന് തോന്നുന്നു. മാർച്ചൊക്കെ ആകുമ്പോൾ ചൂടാണല്ലോ. ബാസി തൊട്ട് ബാക്കിലിട്ട് അവനും വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വരികയാണ്. അത് ഇവിടെയൊക്കെ നല്ല കോടമുള്ള ഏരിയാസാണ്. പക്ഷെ ഉള്ളപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. ഓൺ കമ്മിങ് വെഹിക്കിൾ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പണ്ട് കാറിൽ വന്നപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. എതിരെ വരുന്ന വണ്ടി നമുക്ക് ഒരു 10 മീറ്റർ 20 മീറ്റർ അകലെ ആകുമ്പോഴേ കാണത്തുള്ളൂ, ദൂരെ നിന്നൊന്നും കാണത്തില്ല. അവർ ഫോഗ് ലാമ്പ് ഇട്ടാൽ പോലും അതാണ് അവസ്ഥ. നമ്മൾ ഫോഗ് ലാമ്പ് ഇട്ടാലും, ഫോഗ് ലാമ്പ് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട, അടുത്ത് വന്ന് ഇടിച്ചിട്ടേ കാണുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഇന്നലത്തെ ബ്ലോഗ് കാണാത്തവർ പോയി കാണുക. അതിനകത്ത് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. അതായത് ചില ഏരിയാസിൽ 2 ലെയിൻ റോഡ് മാറി ഇതുമാതിരി സിംഗിൾ ലെയിൻ ആവും, അതായത് വളരെ നാരോ ആവും. അപ്പോൾ ഓൺ കമ്മിങ് ട്രാഫിക്ക് നമ്മൾ കുറച്ച് മുന്നേ ജഡ്ജ് ചെയ്യണം, ഒതുക്കണോ വേണ്ടത്, പ്രത്യേകിച്ച് ബസ്സൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മളവിടെ പെട്ടു. ബൈക്കാണെങ്കിൽ ഈസി ആയിട്ട് കയറി പോകും, പ്രശ്നമൊന്നുമില്ല. കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എടാ എന്താ വ്യൂ, വാലി വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ചില ഹോട്ടലുകൾ ബാൽക്കണിയിൽ വാലി വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ വിൽക്കാൻ ശ്രമിക്കും റൂംസ്. എന്നാൽ ഒരു വകയ്ക്കേ ഉള്ളൂല്ല. ശരിക്കുള്ള വാലി വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ മന്നമന്നൂരിലേക്ക് വരണം. ഹെൻസ് പ്രൂവ്ഡ്. ബ്യൂട്ടിഫുൾ, നൈസ്, മെസ്മറൈസിങ്, വണ്ടർഫുൾ. മിനി സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെയുണ്ട്. വെയിലും കൂടെ പറഞ്ഞാൽ പച്ചപ്പും കൂടെ കൂട്ടി കുറച്ച് കോടയും കൂടെ ആഡ് ചെയ്താൽ പൊളിക്കും. അങ്ങനെ നമ്മൾ എവിടെ എത്തി? മന്നവന്നൂർ. വലിയ തിരക്കൊന്നുമില്ല ഇന്ന്, വീക്കെൻഡ് ആയിട്ടും. ഇവിടെയാണ് എൻട്രി പോയിന്റ്. കുതിരയൊക്കെ ചാറിപ്പോ. ഞങ്ങൾ മന്നമന്നൂരിലെത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബാസി റൈഡ് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, റോഡ് ഭയങ്കര മോശമായി. കുറച്ച് സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ നല്ല റോഡ്, ബാക്കി മൊത്തം ഗട്ടറും കുണ്ടും കുഴി, ഭയങ്കര നാരോ റോഡ്. ഇവിടെ ഡൈൻ കഫേ എന്ന് പറഞ്ഞൊരു ഈറ്ററിയിൽ വന്ന് ഒരു സ്പെഷ്യൽ കോഫി പറഞ്ഞിട്ടുണ്ട്. 50 രൂപയ്ക്ക് സ്പെഷ്യൽ കോഫി കുടിച്ചു നോക്കാം എന്താവുന്നുള്ളത്. ഇതാണ് ഷീപ്പ് ഫാം. ഇവിടെ ഫാമിലീസൊക്കെ പോകുന്ന സ്ഥലമാണ്. നമുക്ക് കൂടുതലും റൈഡേഴ്സൊക്കെ പോകുന്ന സ്ഥലം കൂക്കാൽ, പൂണ്ടി, ക്ലാവറൈ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. തിരിച്ച് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ഗൈസ്, നമ്മളങ്ങനെ മന്നമന്നൂരിൽ നിന്നൊരു ചെറിയ കോഫി, ഡൈൻ ഔട്ട് കഫേ എന്നൊരു സ്പെഷ്യൽ കോഫി കുടിച്ചിട്ട് മെല്ലെ പൂണ്ടി സൈഡിലേക്ക് നീങ്ങുക. പൂണ്ടി കഴിഞ്ഞ് ക്ലാവറൈ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ടും പോകണം ടൈമുണ്ടെങ്കിൽ. അങ്ങനെ ഇവിടുത്തെ കോഫി കൊള്ളായിരുന്നു. 50 റുപ്പീസ് ഒരു കോഫി. നല്ല ടേസ്റ്റ് ഉണ്ടായി. നല്ല ഒരു എന്താ പറയുക, സ്ട്രോങ് കോഫി ആയിരുന്നു. ഒരു പെർഫെക്റ്റ് കോഫി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ക്ലൈമറ്റിന് പറ്റിയത്. അതെ, ഇവിടെ ഇഷ്ടംപോലെ പശുക്കളൊക്കെ വെറുതെ റോഡിൻ്റെ നടുക്കൂടൊക്കെ നടക്കും കേട്ടോ. അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് നടക്കണം. എന്താ കൊമ്പുള്ള സാധനങ്ങൾ. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നേച്ചർ ആസ്വാദകർക്ക് പറ്റിയ റോഡാണെന്ന് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ട് വില്ലേജസാണ്. മനുഷ്യന്മാർ അധികം ഡെവലപ്മെൻ്റ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത ഏരിയാസ് ആയതുകൊണ്ട് നേച്ചർ കൂടുതലും ചേക്കേറുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഭംഗിയുണ്ടാവും. റോഡ് ഇങ്ങോട്ടൊക്കെ കൊള്ളാം കേട്ടോ, വലിയ കുണ്ടും കുഴിയൊന്നുമില്ല. വണ്ടികളധികം പോകാത്തതുകൊണ്ടായിരിക്കണം. വൈബൊക്കെ മാറി തുടങ്ങി ഗൈസ്. വീണ്ടും നമ്മൾ
മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിൽ നമ്മൾ പൂണ്ടിയിലേക്ക് വരാൻ നേരത്ത് പൂമ്പാറ സൈഡൊക്കെ ഇറങ്ങി വരുമായിരുന്നു, മല ഇറങ്ങി വരുമായിരുന്നു. ഇതിപ്പോൾ അതാ നമ്മുടെ മന്നവന്നൂരിന് ശേഷം പൂണ്ടിയിലേക്ക് പോകാൻ വീണ്ടും മുകളിലോട്ട് പോവാം. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്, കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റമുണ്ട്. വെയിൽ കുറവാണ്, വെയിലില്ല. നേച്ചർ ഇതെന്താ കവുഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് ഇനി 350 മീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ്. എടാ വ്യൂ കണ്ടോ? ഇപ്പോൾ ഈ പിള്ളേരുടെ ഒക്കെ ഭാഗ്യം, പിന്നെ ഒരു കണക്കിന് ഭാഗ്യമൊന്നും പറയാനും പറ്റത്തില്ല. അവർക്ക് ആഗ്രഹം സിറ്റി വരാനായിരിക്കും. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അതുതന്നെ. കവുഞ്ഞി വില്ലേജിലേക്ക് ആപ്കാ സ്വാഗത് ഹേ. തോടി ഹി ദേർ മേം ഹം പൂണ്ടി പहुंच जाएंगे. ക്ലാവറ 8 കിലോമീറ്റർ. ഗൂഗിൾ അമ്മച്ചി ഇവിടുന്ന് ലെഫ്റ്റ് പോകാനാ പറയുന്നത്. ഈ വഴി പോകാനാ പറയുന്നത്. ഈ വഴി എങ്ങനെ പോവും? നമുക്ക് നേരെ പോയിട്ട് കറങ്ങി നോക്കാം, വേറെ റൂട്ട് കാണിക്കുമായിരിക്കും. നല്ല ഗൂഗിൾ അമ്മച്ചി. ഇത് പറ്റൂല, എന്തായാലും പറ്റൂല. എത്ര വലിയ അഡ്വഞ്ചർ ബൈക്കാണെങ്കിലും പൂണ്ടി എന്താ അല്ലേ ഇതുവഴി പൊക്കോളെ. സിമ്പിൾ. ഒന്ന് റീറൗട്ട് ചെയ്തിരുന്നെങ്കിൽ. ഹായ്, ഹൗ ആർ യു? ആർ യു ഫൈൻ? കുറച്ചു മുമ്പ് ഒരു ചേട്ടൻ ഇതിൻ്റെ പുറത്ത് കല്ലെടുത്ത് എറിയുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എന്തോ, പാവം മിണ്ടാപ്രാണി. ക്ലാവറ 7 പോലൂർ നട്ടംപട്ടി. നല്ല സൂത്തിങ് ആയിട്ടുള്ള തണുപ്പ്. ആ, നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നു. കോടയില്ല, അതേ ഉള്ളൂ ഒരു വിഷമം. പൂണ്ടി. എടാ പൊളി വൈബ്. ക്യാമറയിൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇൻ പേഴ്സൺ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സ്റ്റെപ്പ് ഫാമിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓ മാൻ, മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല, ശരിക്കും സ്വിറ്റ്സർലൻഡ് തന്നെയാണെന്ന് തോന്നിപ്പോവും. കുറച്ച് കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ കോട ഉണ്ടോ? കോട ഉണ്ടാവുമായിരിക്കും. ആ, എന്തായാലും ആവട്ടെ, എന്തായാലും ഇത് സംഭവം പൊളിച്ച്. ഇറങ്ങി പോവാണ് കേട്ടോ. എനിക്ക് തോന്നി ഫീൽഡിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് നോക്കണം. നല്ല ഫോട്ടോസ് കിട്ടിയാൽ. വേണ്ട, വെറുതെ എന്തിനാണ് നശിപ്പിക്കുന്നത്. ബാസി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, അതാണ് തിരിഞ്ഞു നോക്കിയത്. സാധാരണ തിരിഞ്ഞു പോലും നോക്കാറില്ല അവൻ. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഓ മൈ ഗാഡ്.
ഇതാണ് ഞാൻ പറയുന്നത്, യു ഷുഡ് ട്രാവൽ ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് സംതിങ് ലൈക്ക് ദിസ്. ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് വാട്ട് ഗാഡ് ഹാസ് ക്രിയേറ്റഡ് ഫോർ യു. ഇതൊന്നും കാണാതെ, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇതൊന്നും കാണാതെ മുകളിലോട്ട് പോയിട്ട് മൂപ്പര് ചോദിക്കില്ലേ നിങ്ങൾ എന്തെടുക്കായിരുന്നു അവിടെ? അങ്ങനത്തായിരുന്നില്ലേ ഡയലോഗ് ചാർലിയിലെ? എന്തായാലും പൊടി. ഗൈസ്, നമ്മൾ വന്ന റോഡ് തന്നെ നേരെ വെച്ച് പിടിച്ചതാണ്. മാപ്പ് ജിയോയ്ക്ക് റേഞ്ചൊന്നും കിട്ടുന്നില്ല. ഇതാ ഇവിടെ എത്തിയപ്പോൾ ബോർഡൊക്കെ കാണുന്നുണ്ട്, ക്ലാവറി ഇടത്തോട്ട് 3 കിലോമീറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് പോവാം. കൊടൈക്കനാൽ ഇതുവഴി നേരെ ടൗണിലേക്ക് പോവാം, 43 കിലോമീറ്റർ. പോലൂര് നേരെ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ്. ക്ലാവറി കാറൊക്കെ പോകുന്നുണ്ട്. കാറിൽ വരുന്നവർക്ക് എന്തായാലും വരാം, പ്രശ്നമൊന്നുമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ നല്ല പ്രയാസമായിരിക്കും. ഇപ്പോൾ 2 ഇന്നോവ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തു ഒന്ന് അഡ്ജസ്റ്റായി കയറി പോവാൻ. അതൊഴിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കം ഹിയർ കംഫർട്ടബിളി. കാറിൽ വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കോടയാകുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം, കോടയാകുമ്പോൾ കുറച്ച് സീനായിരിക്കും. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിൽ നിന്ന് 53 കിലോമീറ്റർ ദൂരെയാണ്, അടുത്താണ്. വലിയ ദൂരമൊന്നുമില്ല. യു ക്യാൻ കംഫർട്ടബിളി കം ഹിയർ ആൻഡ് സെറ്റ് ഔട്ട് ടു കൊടൈക്കനാൽ ബൈ ഈവനിങ്. വൈകുന്നേരം തന്നെ തിരിച്ചു പോവാം ഓൺ ദി സെയിം ഡേ. അങ്ങനെ നമ്മൾ ക്ലാവറൈ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഈ ഹില്ലി റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദിസ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ തപ്പി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. നിർത്തി പോകാനേ പറ്റുള്ളൂ. എടാ, ഇതിപ്പോൾ നമ്മൾ കുത്തനെ മുകളിലേക്കാട്ടോ പോകുന്നത്. ശരിക്കും നല്ലൊരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ വഴി പോകാൻ പറ്റിയ ലൊക്കേഷനാണ്. എൻ്റെ മോനെ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? നല്ല ഹൈറ്റിലാട്ടോ നമ്മളുള്ള. ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതിതാണ്. ക്ലാവറയിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ മുകളിലോട്ട് കയറിയാൽ പീക്ക് ഹൈറ്റിലെത്തും. ടൗണിൽ നിന്നാൽ നിങ്ങൾക്ക് ഈ ഫ്രെയിം കിട്ടുമോ? വില്ലേജസിലേക്ക് വരണ്ടേ? നമ്മൾ ക്ലാവറയിൽ നിർത്തി ഈ വ്യൂ പോയിൻ്റ് ആണോ എന്തോ, ഒഫീഷ്യലി ഒരു വ്യൂ പോയിൻ്റ് ഒന്നുമല്ല, എന്നാൽ ഏറ്റവും കിടിലം വ്യൂ ഉള്ള, ഹായ് ചേട്ടാ, ഏറ്റവും കിടിലം വ്യൂ ഉള്ള പോയിൻ്റാണ് ആ കണ്ടത്. ഇപ്പോഴും നല്ല വ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറക്കോ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് മുന്നേ പോയ കാറുകാരൻ അപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പോഴേ മനസ്സിലായി അതുവരെ ഉള്ളൂ. എന്തായാലും അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇവൻ എങ്ങോട്ടാണാവോ പോയത്? അമ്മേ, നമ്മളും ഇപ്പം നിർത്തി ഫോട്ടോ എടുത്ത സ്പോട്ടിൽ ഒരുപാട് വേസ്റ്റ് ആൾക്കാർ കൊണ്ടിട്ടിട്ടുണ്ട്. ഓബ്വിയസ്ലി അവിടുത്തെ ലോക്കൽ ആൾക്കാർ എന്തായാലും അതുകൊണ്ട് അവിടെ ഇടത്തില്ല. അവിടെ നിന്ന് ഫോട്ടോ എടുത്തവരുടെ തന്നെ ആയിരിക്കണം. അത് ചെയ്യാതിരിക്കുക. അതർവൈസ് കം ആൻഡ് എൻജോയ്. നല്ല ഓസം ബ്യൂട്ടിഫുൾ വെർത്ത് ഇറ്റ് ലൊക്കേഷനാണ്. കൊടൈക്കനാലിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വേണേൽ പറയാം.
മെച്ചി. ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, എന്നാൽ പോലും ദേ ആർ ബ്ലെസ്ഡ് വിത്ത് സച്ച് എ വ്യൂ. എന്നും രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കാണാം. ഇവിടെയൊക്കെ സൺറൈസ് സൺസെറ്റ് ഏതാണോ എന്തോ, സൺറൈസ് ആയാലും ശരി സൺസെറ്റ് ആയാലും ശരി കാണുമ്പം എന്തായാലും ഉഗ്രം വ്യൂ ആയിരിക്കും. വളരെ നാരോ റോഡാണ്. അപ്പോൾ അതുപോലെ ആ ഒരു കാറ് വരുന്നുണ്ടോ, അത് ഇവിടെ എത്തുമ്പം നമ്മൾ കെയർഫുള്ളായിരിക്കണം. അതായത് മുൻകൂട്ടി കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൂരെയും നമുക്കൊരു കണ്ണ് കാണാം. ഇവിടെ ഒരു വാട്ടർഫോൾ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ആൾക്കാർ നിന്ന് കുളിക്കുകയും തുണിയലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പൂണ്ടിയിൽ നിന്ന് തിരിച്ച് മന്നവന്നൂരെത്തി. മന്നവന്നൂർ ടൗണിൽ നിന്നാണ് ഇനി കുറച്ച്, എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കൂക്കാലിലേക്ക് പോകാൻ. കൂക്കാലിലേക്ക് ലെഫ്റ്റാണ് എടുക്കാനുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് ആയിരുന്നു. ഒരു ബോർഡ് കാണും കൂക്കാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മന്നവന്നൂർ വന്ന് ലഞ്ച് അടിച്ച്, ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ലഞ്ച് എന്നുള്ളത് വൈകുന്നേരം 4 മണിയാവും. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഈ മന്നവന്നൂർ തന്നെ ഒരു ഷീപ്പ് ഫാമിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് 4 മണിയാകുമ്പം ഈ കൃഷിക്കാർ ഷീപ്പിനെയും കൊണ്ട് അവിടെ ഫീഡ് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത് 4 മണി സമയത്ത്. അപ്പോൾ അപ്പോഴത്തേക്കും കൂക്കാൽ ഫിനിഷ് ചെയ്ത് റിട്ടേൺ വരാനാണ് പ്ലാൻ. റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുവാണ്. ഇപ്പോൾ ഒരു 3 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. മെയിനായിട്ട് കൂക്കാലിൽ ഈ റോഡാണ്. ഐ മീൻ അന്ന് ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ കാറിലാണ് വന്നത്. അപ്പം നല്ല കോട ഉണ്ടായിരുന്നു. ഈ മരങ്ങളും ഈ ടോളായിട്ടുള്ള ട്രീസ്, അതിൻ്റെ ഇടയിൽ ഈ ചെറിയ റോഡും നല്ല കോടയും. അതായിരുന്നു വ്യൂ. ഇതിപ്പോൾ കോട മാത്രമേ ഉള്ളൂ ആബ്സെൻ്റായിട്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് മെയിനായിട്ട് കൂക്കൽ വരുന്നത്. പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ്. അതെന്തോ ട്രെക്കിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ അവിടെ ഹോം സ്റ്റേ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ പ്രിഫറബിളാണ്. പിന്നെ ഈ കൂക്കലിലും പൂണ്ടിയിലും വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മാജിക് മഷ്റൂം. എന്തോ അത് കഴിച്ചു കഴിഞ്ഞാൽ 7 കളറും 7-8 കളറൊക്കെ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. അത് നർക്കോട്ടിക് ഡ്രഗ് തന്നെയാണെന്നാണ് പറയുന്നത്. സം പീപ്പിൾ സേ നോ, അത് നർക്കോട്ടിക് അല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും മയക്കം വരുത്തുന്ന സാധനം തന്നെയാണ്. കൂക്കാൽ ശരിക്കും മെസ്മറൈസിങ് ആയി തുടങ്ങി. ഇതാണ് മോനെ വ്യൂ. ആ ഒരു പോർഷൻ ശരിക്കും പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. സൂപ്പർ. The only thing that we miss is fog, കോട. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അതിന് പകരം നമ്മുടെ ട്വിൻ സിലിണ്ടർ നാദസ്വരമുണ്ട്. ഇതും കേട്ട് ഈ പച്ചപ്പ് ആസ്വദിച്ച് ഈ നാരോ റോഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ നീങ്ങി പോകാൻ എന്ത് സുഖമാണെന്നറിയോ. Beautiful pashus.
ഒന്ന് വഴിമാറി തന്നിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് പോയേനെ. പേടിപ്പിക്കണ്ടല്ലേ. കുത്തല്ലേ പ്ലീസ്. പാവങ്ങളാണേ, പൊയ്ക്കോട്ടെ. കുത്തല്ലേ പ്ലീസ്. ഓ, ഇതൊക്കെ മൂർച്ചയുള്ള കൊമ്പ. ഇവിടെ എവിടെയോ ഒരു പച്ചപ്പുള്ള സ്ഥലമുണ്ട്. വണ്ടികളൊക്കെ ആൾക്കാർ ഇറക്കി ഫോട്ടോസൊക്കെ എടുക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെയാണ്. യാ, എക്സാക്ട്ലി. ആ, ഇവിടെ ആൾക്കാർ വണ്ടി ഇറക്കി ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. പൂക്കാൽ ലേക്ക് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിർത്തി നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഭംഗിയുള്ള ലേക്കാട്ടോ. ഫോഗുള്ളപ്പോൾ പിന്നെ ഒതുക്കിയ ഫോഗുള്ളപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ ആയിരിക്കും. ഫോഗുള്ളപ്പോൾ ഒരു കാര്യമുണ്ട്, കാണാൻ പറ്റില്ല നേരെ ചൊവ്വേ, പക്ഷേ നല്ലൊരു വൃത്തി എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളൊരു വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഒരു വേറെ വൈബുള്ള വ്യൂ, അന്നേരം കുറച്ചുകൂടെ വൈബുള്ള വ്യൂ. യോ യോ എല്ലാം റെക്കോർഡ് ചെയ്ത് ഇനി തീർന്നെന്ന് തോന്നുന്നു മെമ്മറിയിൽ. നല്ല രസമുണ്ട്. പൂക്കാലിൻ്റെ ബോർഡ് തപ്പിയുള്ള പോക്കായത് ഫോട്ടോ എടുക്കാൻ. ഹൈ പട്ടിക്കുഞ്ഞ്. ആ, കൂക്കാൽ ബോർഡിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാ. സൗഖ്യമാ? ആ, ഇപ്പൊ പോയിട്ട് വരാം. പാവ അപ്പൂപ്പന്മാര്. താഴേക്ക് പോയ വില്ലേജാണ്. എൻ്റെ അമ്മച്ചി, വില്ലേജ് ഏരിയയാണ്. കോളാമ്പി സ്പീക്കറൊക്കെ ഉണ്ട്. ആ ആ ആ ആ ആ ഏയ് 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 ഈ റോഡിന് പറ്റിയ പാട്ടാട്ടോ. ഓഫ് റോഡ് വിത്ത് മ്യൂസിക്. അത് പാമ്പാണോ? അയ്യോ, റോസായിരുന്നു. വലിച്ചോണ്ട് പോകുന്നുണ്ടപ്പോൾ പേടിച്ച്. പഴയകാല പാട്ടുകളൊക്കെ ഇട്ട് വില്ലേജ് ലൈഫ് ആസ്വദിക്കുന്ന കൂക്കാൽ പ്യൂപ്പിൾസ്. ഇനി നമ്മൾ വന്ന വഴി തിരിച്ച് പോകുന്നു. ഷീപ്പ് ഫാം കാണാൻ പോകുന്നു. കിട്ടി എല്ലാം കിട്ടി. ഷീപ്പ് ഫാം ഇവിടുന്ന് അങ്ങോട്ട് അമ്പലമാണെന്ന് തോന്നുന്നു. അതിനങ്ങോട്ട് അപ്പുറത്തോട്ടൊന്നും ഇല്ലയെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞേ. ഇവിടെ ഒരാളോട് ചോദിച്ചായിരുന്നു. ഈ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇവിടെ എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാർക്കിങ്ങിൽ എൻ്റെ കാറിൻ്റെ കീ കളഞ്ഞു പോയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി മടിയിലെങ്ങാണ്ട കീ വെച്ചിരുന്നേ. അത് സ്ലിപ്പായി ആ തൊട്ടപ്പുറത്തെ ഓടയിൽ പോയി. ഓടയിൽ നിന്ന് ഒഴുകി നേരെ താഴെ പോയി. ഓടയുടെ ഒരു എൻഡിൽ അത് കുടുങ്ങിക്കിടന്നു. എന്തോ ഭാഗ്യത്തിനത് പൊങ്ങിയിരുന്നത് കൊണ്ട് സ്പോട്ട് ചെയ്യാൻ പറ്റി. കുറേ നേരം ഒരു 1/2-3 മണിക്കൂർ അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ച് ചത്ത്. വണ്ടി ഓപ്പൺ ആയിരുന്നു, ഡോറൊക്കെ. വണ്ടിക്കകത്ത് കുറേ നേരം കയറിയിരുന്ന് പുറത്തൊക്കെ തപ്പി. പിന്നെ അവിടെ പൊങ്ങിക്കിടക്കുന്ന എന്തോ ഭാഗ്യത്തിന് കണ്ണിപ്പെട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ പോയി സ്പെയർ ചാവി എടുത്തുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. ഓഫ് റോഡ് ഇത് ഇവിടുന്ന് വലത്തോട്ടാണ് വ്യൂ പോയിന്റ്. അമ്മേ, ഞാൻ പോയിട്ടില്ല. പോയവർ കമൻറ്റ് ചെയ്യൂ, കൊള്ളാമെങ്കിൽ. MH ഈ MH എവിടെ നിന്ന് വന്നാ? ആരോ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ MH. ആ, അമർ അക്ബർ അന്തോണിയിൽ മറ്റേ ചേട്ടൻ പറഞ്ഞു. ഫുള്ള് ഡാർക്ക് വൈബാണ്. ബസ് ഫുള്ള് പൊടിയും പുറപ്പിച്ച് പോവാണ്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പോവാം. പച്ച വൈബ്, ഫുള്ള് പച്ച വൈബ്.
ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് മന്നവന്നൂരിലേക്ക് എത്തി. നമ്മൾ നേരത്തെ നിന്ന ഹോട്ടലിലേക്ക് തന്നെ, അതായത് ഈറ്റർ കഫേയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഷീപ്പ് ഫാമിങ് 4 മണിക്ക് കാണുമെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഫ്ലോപ്പായി. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് കൂക്കാലെന്ന് വഴി തെറ്റി. ദാ കാണുന്ന മനുഷ്യൻ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിച്ചു. കൂക്കാലെന്ന് ആക്ച്വലി 2 ലേക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു. റൈറ്റിലേക്കുള്ള റോഡാണ് കറക്റ്റ് റോഡ്. അവൻ ലെഫ്റ്റ് പിടിച്ചു. മാപ്പ് ശ്രദ്ധിക്കാണ്ട് വേറൊരു പബ്ലിക് ബസ് പോകുന്ന കണ്ടിട്ട് അതായിരിക്കും കറക്റ്റ് എന്ന് കരുതി അതിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. കുറേ പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ എത്തിയത്. പക്ഷേ ഷീപ്പ് വൈകുന്നേരം ഒന്നും ഇല്ലായിരുന്നു. ഷീപ്പ് മിസ്സായതിൻ്റെ വിഷമത്തിൽ ബാസി. ഷീപ്പിന്റെ വാലി കാണാൻ പറ്റിയില്ല, ജസ്റ്റ് മിസ്. 10 minutes late. വഴി തെറ്റിപ്പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത്. പക്ഷേ ഒരു വൈകുന്നേരവും ഷീപ്പൊന്നും ഇല്ലായിരുന്നെന്നാണ് ഇവിടുത്തെ കടക്കാരൻ പറഞ്ഞത്. ചെറിയൊരു ആശ്വാസം. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. നമ്മളിവിടെ എത്തിയപ്പോൾ കറക്റ്റ് ക്ലോസ്ഡ്. 4 PM ക്ലോസ്ഡ് എന്ന്. എടാ 4 PM ക്ലോസ്ഡ് എന്ന് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 4 മണിക്ക് എങ്ങനെ ഷീപ്പിനെ കാണാം? 4 മണിക്കല്ല, ആ ഒരു വൈകുന്നേരം സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ടൈമാണ്. ഷീപ്പ് ആ സമയത്തൊക്കെ തിരിച്ചു വരും. ഞാൻ ഫ്രണ്ട് മുമ്പ് 2 വർഷം മുന്നേ ഇവിടെ പോയിട്ട് എനിക്ക് അന്ന് അത്ര ആളില്ല. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ തിരക്കായി. അന്ന് ഇത്ര ആൾക്കാരൊന്നുമില്ല. ഇതൊക്കെ ഈ കൂക്കിൽ മുണ്ടിയൊക്കെ ഫേമസ് ആയി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഫേമസ് ആയിട്ടൊരു 3-4 ഇയേഴ്സൊക്കെ ആവത്തേ ഉള്ളൂ. അതുവരെ എല്ലാവരും കൊടൈക്കനാൽ വന്നിട്ട് പോകത്തേ ഉള്ളൂ. എന്തായാലും നാളെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വന്നിട്ട് ഷീപ്പിനെ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വഴി അങ്ങ് പോകും. ചോദിച്ചിട്ട് ഷീപ്പിനോട് ചോദിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോയി. സാധാ ഷീപ്പല്ല, മറ്റേ വലിയ ചെമ്മരിയാടുണ്ടല്ലോ, വലിയ രോമമുള്ള. അത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണാൻ. എന്തായാലും കാണാം. എന്തായാലും നാളെ വരുമോ അത് കാണാൻ? ഇനി മച്ചാനത് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും വരും. നാളെ വീണ്ടും കാണണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വഴി പോകും തിരിച്ച് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക്. അതെ, നമ്മൾ ഇനി ഒരു ഡെസ്റ്റിനേഷനിലും കൂടെ പോകുന്നുണ്ട്. ബിഫോർ വി ഗോ ഹോം ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട്. ഇവിടെ ഡൈൻ ഔട്ട് കഫേ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഇരുന്ന കഫേയിൽ ഇന്ന് ഒരു എഗ് സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചും ഒരു കോഫി ഒരു ലൈം ജ്യൂസും കുടിച്ചു. 390 റുപ്പീസേ ആയുള്ളൂ. വർത്താണ്. മലയാളിയാണ് ആ കട നടത്തുന്നത്. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ ചെറിയ മഴക്കോള് പോലെയൊക്കെ മുകളിൽ കാണുന്നുണ്ട്. പെയ്യോ ഇല്ലയെന്നറിയില്ല. പെയ്യോ ആണെന്നുണ്ടെങ്കിൽ വഴി വെച്ച് റെയിൻകോട്ട് ഇട്ട് വേണം പോകാനായിട്ട്. നമ്മൾ കൊടൈക്കനാൽ ടൗൺ എത്താറായി. 7 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. കോടയൊന്നും കിട്ടിയില്ല. നിർഭാഗ്യവശാൽ ഒരു കോടയും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഇരുണ്ട് വരുന്നുണ്ട്. മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ഇരുണ്ടത്. ഇതുവരെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. അവസാനത്തെ 7 കിലോമീറ്റർ ഇനി മഴയായിരിക്കുമോ? ഇനി അതിനു വേണ്ടി റെയിൻകോട്ട് ഇടേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനും ബാസി പിന്നിലുണ്ട്. ഞാനും ബാസിയും പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോടയില്ല എന്നുണ്ടെങ്കിലും ബാസിയുടെ ഫസ്റ്റ് ടൈം ആയിരുന്നു കൊടൈക്കനാലിൽ. അവനും ഇഷ്ടപ്പെട്ടു. എനിക്കും ബൈക്കിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാറിൽ പോകുന്ന പോലെ അല്ലല്ലോ ബൈക്കിൽ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല കൂക്കാലിലെ കുറച്ചുകൂടി അകത്തോട്ട്, കൂക്കാലല്ല പൂണ്ടിയിൽ കുറച്ചുകൂടി അകത്തോട്ട് പോകാൻ പറ്റി. ക്ലാവറയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പോയത്. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. ഒരുപാട് മെമ്മറീസ്, ഫോട്ടോസൊക്കെ എടുത്തു. കംപ്ലീറ്റ്ലി വേൾഡ് ട്രിപ്പാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വിസിറ്റ് ചെയ്യുക. അല്ലാതെ ഈ ക്രൗഡഡ് ലൊക്കേഷൻസ്, ഗുണ കേവ് അങ്ങനത്തെ ആ സിനിമ വന്നുകൊണ്ടാണ് അത് അത്രയും പോപ്പുലർ ആയത്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ്. ഗുണ കേവ്സ് മോശമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ എന്തായാലും വീക്കെൻഡൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഭയങ്കര ക്രൗഡായിരിക്കും. സോ ക്രൗഡൊക്കെ ഒഴിവാക്കി ഇതുപോലെ ഒരു പീസ്ഫുൾ ലൊക്കേഷനിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇങ്ങനത്തെ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് നോക്കുക. ഇത് ഓഫ് ബീറ്റൊന്നുമല്ല, ഇപ്പോൾ ആൾക്കാരെല്ലാം അറിഞ്ഞു തുടങ്ങി. അവിടെ ഒരുവിധം തിരക്കായി തുടങ്ങി. പക്ഷേ ഇപ്പോഴും വലിയ തിരക്കില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നല്ല തിരക്കാവുന്നതിന് മുമ്പേ ഇവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ.